മനുഷ്യ ശരീരത്തിൽ സുപ്രധാനമായ സ്ഥാനമാണ് ദന്തങ്ങൾക്കുള്ളത്. സൗന്ദര്യം പ്രദാനം ചെയ്യുന്നതോടൊപ്പം ദഹന പ്രക്രിയയെ സഹായിക്കുക ഇതും പല്ലുകളുടെ ധർമ്മമാണ്. മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുവാൻ സ്ഥിരപ്രയത്നം ചെയ്യുമ്പോഴും ദന്ത സംരക്ഷണത്തിൽ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല. തന്മൂലം പലവിധ ദന്തവൈകല്യങ്ങൾ സംഭവിക്കാറുണ്ട്. പല്ലുകൾ പോലും നഷ്ടമാകുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടാകുന്നത്. സൗന്ദര്യത്തിൽ ദന്ത സംരക്ഷണത്തിന് വളരെ പ്രധാന സ്ഥാനമുണ്ട്. പല്ലിൻ്റെ നിറം, നിരയൊത്ത പല്ല്, വായുനാറ്റമുണ്ടാകാത്ത അവസ്ഥ, കൃമിബാധയില്ലാത്ത അവസ്ഥ ഇവ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് ഏറെ സഹായിക്കുന്നതാണ്. ദിവസവും 2 നേരം പല്ല് തേക്കണം. ആഹാരത്തിൻ്റെ രുചി ആസ്വദിക്കുന്നതിനും ആമാശയഗതമായ രോഗബാധ ഉണ്ടാകാതിരിക്കുന്നതിനും 2 നേരം പല്ല് തേക്കുന്നത് നല്ലതാണ്. വലത് കൈയുടെ ചൂണ്ടുവിരൽ ഉപയോഗിച്ചോ കൈയുടെ ചെറുവിരലിൻ്റെ അഗ്രത്തിനൊത്ത വണ്ണമുള്ളതും 12 അംഗുലം നീളമുള്ളതും അറ്റം നന്നായി ചതച്ചതുമായ പ്രത്യേകം ഔഷധച്ചെടികളുടെ തണ്ടുകൊണ്ട് പല്ല് തേക്കാം. കയ്പ്, എരിവ്, ചവർപ്പ് എന്നീ രുചികളിലുള്ള ഔഷധച്ചെടികളുടെ തണ്ടുകളാണ് ഉപയോഗിക്കാൻ നല്ലത്. ഈ 3 രസങ്ങൾക്കും മാലിന്യം നീക്കി വായു ശുദ്ധീകരിക്കാനുള്ള, വ്രണങ്ങളെ കരിക്കാനുള്ള കഴിവുകളുണ്ട്. കയ്പുള്ളവയിൽ ആര്യവേപ്പും, ചവർപ്പ് രസമുള്ളതിൽ കരിങ്ങാലിത്തണ്ടും, എരിവ് രസമുള്ളതിൽ ഉങ്ങും ഇവ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. അതുപോലെ പേരാല്, എരിക്ക്, കടലാടി, പിച്ചകം, നീർമരുത് എന്നിവ എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. പഴുത്ത മാവിലയും നല്ലതാണ്. എന്നാൽ പുള്ളി, മുരിങ്ങ, കൂവളം, അരയാൽ മുതലായവ ഉപയോഗിക്കുന്നത് നല്ലതല്ല. കുട്ടികളിലാണെങ്കിൽ സാധാരണ ചിരട്ടക്കരി, പുത്തരിച്ചുണ്ട, ഗ്രാമ്പൂ, ചുക്ക്, മുളക്, തിപ്പലി, ജാതിക്ക, ഇന്ദുപ്പ് ഇവ പൊടിച്ച് തേക്കുന്നത് കൃമിദന്തം ഉണ്ടാകാതിരിക്കുന്നതിനും പല്ലിന് നിറവും ശക്തിയും കൊടുക്കുന്നതിനും നല്ലതാണ്. കുട്ടികളിൽ പല്ല് കൊഴിയുന്ന സമയം കൊഴിയാതിരുന്നാൽ പിന്നീടുണ്ടാകുന്ന പല്ലുകൾ നിരയൊത്തതല്ലാതെ വന്ന് മുഖസൗന്ദര്യം നഷ്ടപ്പെടുത്തി കാണുന്നുണ്ട്. അതിനാൽ കുട്ടികൾക്ക് അസ്ഥിബലമുണ്ടാകുന്ന ആഹാരങ്ങളായ പാല്, വെണ്ണ, മുട്ട ഇത്തരം കൊടുക്കുന്നത് നല്ലതാണ്. മധുരമുള്ള ആഹാരങ്ങൾ കഴിച്ചാൽ നല്ലപോലെ പല്ല് തേക്കുന്നത് ശ്രദ്ധിക്കണം. കാരണം മധുരരസമുള്ള ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങൾ പല്ലിലിരുന്നാൽ പല്ലിന് കേട് സംഭവിക്കുന്നത് മാത്രമല്ല, സൗന്ദര്യം കൂടെ നഷ്ടമാകും. ഉമിക്കരി, ചിരട്ടക്കരി, ഉപ്പ് ഇവ പൊടിച്ച് കൈവിരൽ കൊണ്ട് അമർത്തി പല്ല് തേച്ചാൽ ഉന്തി നിൽക്കുന്ന പല്ലുകൾ സാധാരണ പോലെയായി സൗന്ദര്യം സംരക്ഷിക്കാം. പല്ലിന് ഇളക്കമുണ്ടായാൽ പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞ് സൗന്ദര്യത്തിന് ഭംഗം വരുന്നുണ്ട്. പല്ലിന് ഉറപ്പുണ്ടാകാൻ അരിമേതാതി പോലുള്ള തൈലങ്ങൾ കവിൾകൊള്ളുന്നത് നല്ലതാണ്. എണ്ണത്തിൽ കവിഞ്ഞ് പല്ല് മുളച്ചാൽ ചാരം പുരട്ടി ഇളക്കിക്കളയാം. ഉമിക്കരി, ചിരട്ടക്കരി, ഉപ്പ്, കുരുമുളക് ഇവ പൊടിച്ച് കൈവിരൽ കൊണ്ട് അമർത്തി പല്ല് തേച്ചാൽ ഉന്തി നിൽക്കുന്ന പല്ലുകൾ ഉള്ളിലേക്ക് മാറി മുഖസൗന്ദര്യം നഷ്ടമാകാതിരിക്കും. പല്ലിൽ അഴുക്കോ മറ്റോ പുരണ്ട് പാളികളായി പറ്റിപ്പിടിച്ചിരുന്നാൽ ക്ഷാരതൈലം പുരട്ടി ചവർക്കാരം തേൻ ചേർത്ത് പുരട്ടിയോ ഇളക്കി കളയുന്നത് നല്ലതാണ്. കൃമിദന്തം, ദന്തക്ഷയം, ദന്തനഷ്ടം ഇവയൊക്കെ ദന്തസൗന്ദര്യം കെടുത്തുന്നതാണ്. അതിനാൽ മുഖസൗന്ദര്യം ശ്രദ്ധ ചെലുത്തുന്നതോടൊപ്പം ദന്ത സംരക്ഷണത്തിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്.
സൗന്ദര്യവും ആരോഗ്യവും നിലനിർത്തുന്നതിന് ഇത് വളരെ അത്യാവശ്യമാണ്.